ഹലോ കൂട്ടുകാരെ, ഞാനൊരു സാധാ ലൂസ് പാൻ്റാണ് കേട്ടോ തയ്ക്കുന്നത്. അതിൻ്റെ ഈ എറിയുടെ ഭാഗം തൊട്ടിട്ടുള്ള താഴത്തേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. 32.5 ഇഞ്ച്. 32.5 അടിച്ചു പോകാനുള്ളതും കൂടി ഇടണം. താഴത്ത് 32 ഇഞ്ചാണ് വരുന്നത്. ഈ 32ലേക്ക് 33 ഇഞ്ച് മുകളിലടിച്ച് പോണത്. പിന്നെ ഇവിടെ ഒരു 3 ഇഞ്ച് ഞാൻ അടിച്ചു പോകാനുള്ളത് ഇട്ടുണ്ട് കേട്ടോ, മടക്കി അടിക്കാനുള്ളത്. അളവിൻ്റെ അടിഭാഗത്തെ വട്ടം, കാലിൻ്റെ അടിഭാഗത്തെ വട്ടം ഒരു 6.5 ആണ്. 6 ഇഞ്ച് അളവിട്ടുണ്ട്. ആയിക്കോട്ടെ, ഒരു ഇഞ്ച് കൂടുതൽ അടിച്ചു പോകാൻ. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. തുണിയിൽ വ്യത്യാസമുള്ള കാരണം അത് കട്ട് ചെയ്ത് കളയണം കേട്ടത്. കറക്റ്റ് അല്ലാത്ത കാരണം ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കളയും. സീറ്റിലേക്കുള്ള അളവാണ്. സീറ്റിലേക്കുള്ള അളവ് 10 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ച്. 10 ഇഞ്ചാകുമ്പോൾ 1 ഇഞ്ച് കൂടുതലിടണം. 11 ഇഞ്ച്. ഇവിടെ 1/2 ഇഞ്ച് അടിച്ചു പോകും, ഇവിടെ 1/2 ഇഞ്ച് അടിച്ചു പോകും. അതാണ് 11 ഇഞ്ച് ഇട്ടുള്ളത്. ഞെറി വേണ്ടത് കാരണം ഞെറി 19 ഇഞ്ചാണ് ഞെറി വരുന്നത്. 19 വിസ്തീർണ്ണമുള്ള തുണി വെച്ചാൽ അത് ഇവിടെ 20 ഇഞ്ചാണ്. 19 ഞാൻ 20 ഇഞ്ച് ഇട്ടുണ്ട് കേട്ടോ. തയ്യൽ തുമ്പടക്കം ഇവിടെ നിന്ന് അങ്ങനെ ഒരു കറവ് പോലെ ഉണ്ട് വരയ്ക്കും. പിന്നെ അടിഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങോട്ട് വേണം. അങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് ഞാൻ വരച്ചുള്ളത്. കഴിഞ്ഞു, അളവുകളിൽ കഴിഞ്ഞു. അത് കട്ട് ചെയ്യാം കേട്ടോ. നാല് സൈസ് വരുന്ന ടോപ്പിൻ്റെ ബോട്ടമാണ് കേട്ടോ ഈ കിട്ടുന്നത് കേട്ടോ. അടിപ്പട്ട ഇത്തിരി കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ഇഞ്ച് ഇട്ടുള്ളത്. മടക്കാൻ 2 മടക്ക് മടക്കിയിട്ടാണ് ഞാൻ അങ്ങനെ അടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം വെട്ടിയെടുക്കാനുണ്ട്. ഞെറി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ടൗസർ പോലെ ഒരു ഭാഗം ഉണ്ടാവില്ല, ആ ഭാഗത്താണ് ഇട്ടിട്ട് വെട്ടാൻ പാടില്ല. ഇതിന് എലസ്റ്റിക്കാണ് ഇട്ടുള്ളത്. എലസ്റ്റിക്കിന് 1.5 ഇഞ്ച് കൂടുതൽ വേണം. ഇറക്കം ഒരു 6 ഇഞ്ചാണ് എന്നുള്ളത്. അപ്പം 1.5 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് ഇടണം. 1.5 ഇഞ്ച് കൂടുതൽ വേണം. 6 ഇഞ്ചാണ് ഇറക്കം എന്നുള്ളത്. അപ്പോൾ 6 ആകുമ്പോൾ 6.5 ഇവിടെ 1/2 ഇഞ്ച് ഇവിടെ അടിച്ചു പോകും. മൊത്തത്തിൽ 8 ഇഞ്ച്. 8 ഇഞ്ചാണ് അളവ് വരുന്നത്. ഇതിൻ്റെ എത്രത്തോളം വീതി വരുന്നു നോക്കാം. വീതി 24 എന്നുള്ളത്. 24 ആകുമ്പോൾ 4 പീസ് ഉണ്ട് ഈ തുണിക്ക് എടുക്കുന്നത്. 24 ആകുമ്പോൾ 12 4 പീസ് ഉണ്ട്. 12 ആയിക്കോട്ടെ. നമ്മൾ കുറച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് കൂടുതലും ഇടും. ഇവിടെയും 8 ഇഞ്ച് കറക്റ്റായിട്ട്. ഇവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇട്ടുള്ളത് കേട്ടോ. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് പാൻറ്റിന് ഇട്ടുള്ളത്. അപ്പോൾ അതിന് 1.5 ഇഞ്ചാണ് ഇവിടെ കൂടുതൽ ഇട്ടുള്ളത്. 1.5 ഇഞ്ച് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്.
അതിന് കറക്റ്റായിട്ട് ഇത്ര സിമ്പിളായിട്ട് പാൻ്റ് അടിക്കും. പാൻ്റ് അടിക്കാൻ സിമ്പിളാണ്. കഴിഞ്ഞു. നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എലാസ്റ്റിക് ഇടാനുള്ള ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു.